ഹായ് ഹലോ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അളവൊന്നും എടുക്കാതെ ഒരു ഫ്രോക്ക് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെയും കൂടി കാണണേ. അതിനുവേണ്ടി തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിടണം. ഓപ്പൺ സൈഡ് അപ്പുറത്തെ വശത്തും ക്ലോസ് സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം മടക്കിയിടാൻ വേണ്ടിയിട്ട്. ഇനി ഏതാണോ അളവെടുക്കുന്ന ചുരിദാറെന്ന് വെച്ചാൽ അത് 2ആയിട്ട് ഇങ്ങനെ മടക്കി മടക്ക് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ വെക്കണം, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റിഗാൾ, അതായത് കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് അളവിനെങ്ങനെയാണോ അതേപോലെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, ഇതിപ്പോൾ ഈ ടോപ്പിൻ്റെ അളവ് മാത്രം മതി നമുക്ക് ലെങ്ത്. ഇനി ഇതിൽ കൂടുതലോ കുറവോ ആണെങ്കിൽ അതുവരെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറും നെക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കുഴിയുടെ തൊട്ട് മുകളിലായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഷോൾഡറിലും തൊട്ടപ്പുറത്തായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്ക് നമ്മുടെ സൈഡിലായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കൈക്കുഴി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ബോഡിയുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചോളം നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേലെ തൊട്ട് താഴെ വരെ നമുക്ക് 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തത് അവിടെ നിന്ന് മുകളിലായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് തയ്ക്കുന്ന സമയത്ത് 2 സൈഡും തൂങ്ങിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വരച്ചിട്ട് ഒരു കർവ് ഷേപ്പിൽ ആ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 6.5 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് നെക്കിൻ്റെ. ഈ മാർക്ക് ചെയ്ത ലൈനുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്തും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത്. ബാക്ക് നെക്ക് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. ഇനി ഞാൻ ഫ്രണ്ട് നെക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു താമരമുട്ടിൻ്റെ ഷേപ്പിലാണ് നെക്ക് വരച്ചു കൊടുക്കുന്നത്. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാ അളവുകളും മാർക്ക് ചെയ്ത ശേഷം നമുക്കിനി തുണി കട്ട് ചെയ്ത് കൊടുക്കാം. അത് ലെങ്ത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് അടിയിലേക്കുള്ള ഫ്രില്ലിൻ്റെ പീസ് നമുക്ക് മാറ്റിയെടുക്കാം. താഴേക്കുള്ള തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ തയ്യൽ തുമ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വരച്ച ലൈനിൽ കൂടെ നമുക്ക് തുണിയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ഒരിക്കലും തയ്യൽ തുമ്പിലല്ലാതെ നമ്മുടെ കറക്റ്റ് അളവിൽ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അതിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് പോകണം കേട്ടോ. കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്ത് അവിടുന്ന് കറക്റ്റായിട്ട് തന്നെ പീസ് കട്ട് ചെയ്ത് എടുക്കണം. അവിടെ നിന്നാണ് നമുക്ക് സ്ലീവിൻ്റെ പീസ് എടുക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കാരണവശാലും ഒരിക്കലും ഫ്രണ്ട് നെക്ക് കയറി കട്ട് ചെയ്ത് മാറ്റരുതേ. ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് മാത്രമായിട്ട് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റിഗാളിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് നമ്മുടെ ഡ്രസ്സ് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനൊരു ഷേപ്പിലൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്ക് ഭാഗത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കണം. എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മാർക്ക് ചെയ്ത ശേഷം സ്ലീവ് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് സ്ലീവിൻ്റെ നേരെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് സ്ലീവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിനും അതേപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി മാർക്ക് ചെയ്ത ലൈനിൽ കൂടെയൊക്കെ അങ്ങ് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സ്ലീവും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ലിനുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പീസാണിത്. ഇതിനകത്ത് നിന്ന് വേണം നമുക്ക് ഫ്രില്ലിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ടോട്ടൽ 14 ഇഞ്ചാണുള്ളത്. 14ൻ്റെ പകുതി 7 ഇഞ്ച് വീതമായിട്ട് നമുക്ക് 4 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നീളത്തിൽ ലൈൻ വരച്ച് നമുക്ക് 2 പീസാക്കി എടുക്കുക. മൊത്തം 4 പീസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫ്രില്ലിനുള്ള പീസും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിൽ കെട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളത്തിലുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫുൾ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പീസുകളും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക്